ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആരുഷി ടീച്ചറെ സാറ് വിളിക്കുന്നുണ്ട്, ബാഗ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഇന്റർവെൽ ടൈമിൽ പ്യൂൺ വന്ന് സ്റ്റാഫ് റൂമിലിരിക്കുന്ന ആരുവിനോടായി പറഞ്ഞു പോയതും ആരും മറ്റുള്ളവരുടെയൊക്കെ അർത്ഥം വെച്ചുള്ള നോട്ടം കണ്ടത് കാര്യമാക്കാതെ എഴുന്നേറ്റു. ചെല്ല് നിന്നെ കാണാഞ്ഞിട്ടേ നിന്റെ കെട്ടിന് ഇരിപ്പുറക്കൊന്നുണ്ടാവില്ല. ആരും എണീറ്റതും കാർത്തിക് അവളെ നോക്കി കളിയാക്കി അമർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആരു ദേഷ്യത്തിൽ കാർത്തുവിന്റെ കയ്യിൽ അമർത്തി ഒരു പിച്ചു കൊടുത്ത് പുറത്തേക്ക് നടന്നു. ആരും മഹിയുടെ ഓഫീസ് റൂമിന്റെ വാതിലും തള്ളിത്തുറന്ന് ഉള്ളിലേക്ക് കയറിയതും കാണുന്നത് ആതിരയടക്കം അവിടെ നിൽക്കുന്ന കുറച്ച് ടീച്ചേഴ്സിനെയാണ്. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? അവരെയൊക്കെ ഒന്ന് നോക്കി ആരും മഹിക്കടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ആരുഷി ഇന്ന് ആരതിയെ അടിച്ചോ? ഒന്നും അറിയാത്തതുപോലെയുള്ള മഹിയുടെ ചോദ്യം കേട്ട് ആരവനെ കണ്ണിട്ട് നോക്കിക്കൊണ്ടൊന്ന് മൂളി. എന്തിനാ ആരതി അടിച്ചത്? വായിലെ നാക്ക് അടങ്ങിയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ അടിയൊക്കെ കിട്ടുന്നിരിക്കും. ആരും ആതിരയെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ടില്ല സർ ഇവളുടെ അഹങ്കാരം. ഇതുപോലെയുള്ള ഇവളേക്ക് എങ്ങനെയാ കുട്ടികൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ട് ആരുഷിയെ ഒന്ന് ഡിസ്മിസ് ചെയ്യണം. UPയുടെ പ്രിൻസിപ്പാൾ ആരുവിനെ നോക്കി അമർഷത്തോടെ പറഞ്ഞതും ആര് പൊട്ടി വന്ന് ദേഷ്യം മടക്കി നിർത്തി അവിടെ നിന്നു. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തെറ്റ് ചെയ്തവർ സോറി പറയുക തന്നെ ചെയ്യും. മഹി ആരുവിനെ നോക്കി. അവളുടെ ദേഷ്യം കൊണ്ട് ചൂന്നിരിക്കുന്ന മുഖം കണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മഹി പറഞ്ഞതും ആരും മഹിയെ ദേഷ്യത്തിലൊന്ന് നോക്കി. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് വേണം ആരുഷി എന്നോട് സോറി പറയാൻ. മഹി പറഞ്ഞത് കേട്ട് ആതിര വേഗം ചാടി കയറി പറഞ്ഞു. അത് വേണോ ആതിര? ആതിര പറഞ്ഞത് കേട്ട് മഹി ചോദിച്ചതും മറ്റുള്ളവരും അങ്ങനെ മതിയെന്ന് ഏറ്റുപിടിച്ചു. ഓക്കെ, എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. കുമാരേട്ട, എല്ലാവരോടും ഉടനെ തന്നെ മീറ്റിംഗ് റൂമിലേക്ക് വരാൻ പറയണം. മഹി പ്യൂണിനെ നോക്കി പറഞ്ഞതും അയാൾ വേഗം തലയാട്ടി അവിടുന്ന് പോയി. എന്നാലേ നിങ്ങൾ മീറ്റിംഗ് റൂമിലേക്ക് ചെല്ല്, ബാക്കി അവിടുന്നാവാം. മഹി പറയേണ്ട താമസം എല്ലാവരും അവിടുന്ന് ഇറങ്ങി. പോകുന്ന പോക്കിൽ ആതിര ആരവിനെ വിജയഭാവത്തിൽ നോക്കിയതും ആരവളെ നോക്കി പുച്ഛത്തിൽ ചുണ്ടുകൂട്ടി. എന്താ ഋഷി, പോകുന്നില്ലേ? എല്ലാവരും പോയതും മഹി ആരിവിന് അരികിൽ വന്നുകൊണ്ട് ചോദിച്ചതും അവൾ അവനെ തുറിച്ചു നോക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാ അവരുടെ താളത്തിനുള്ളിൽ എല്ലാവരെയും വിളിച്ചു വരുത്താൻ പറഞ്ഞത്? ആരും മഹിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീയായിട്ട് വരുത്തി വെച്ചതല്ലേ ഇതൊക്കെ? അന്ന് ഞാനാണ് നിന്റെ കെട്ടിയോണെന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് ഇവരുടെയൊക്കെ മുന്നിൽ മോശക്കാരി ആകുമായിരുന്നോ? ആരുവിന്റെ കാതിലെ കുഞ്ഞു ജിമ്മിക്ക് കമ്മലിൽ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് തട്ടി കളിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞതും ആര് ദേഷ്യത്തിൽ അവന്റെ കൈകൾ തട്ടി മാറ്റി. ഞാനുണ്ടാക്കിയതല്ലേ, ഞാൻ സഹിച്ചോളാം. ആരുടെ സഹായമൊന്നും ഞാൻ ചോദിച്ചു വന്നില്ല. പിന്നെ എന്റെ ഭാഗത്ത് തെറ്റില്ലാത്ത കാരണം ഞാൻ ആരോടും സോറി പറയില്ല. മഹിയെ ദേഷ്യത്തിൽ തറപ്പിച്ചു നോക്കി അതും പറഞ്ഞ് ശക്തമായി വാതിൽ വലിച്ചു തുറന്ന് ആര് പോയതും മഹി ചിരിയോടെ മീശ തടവിക്കൊണ്ട് പുറത്തേക്ക് പോയി. എന്താടി കാര്യം? മീറ്റിംഗ് റൂമിലേക്ക് വന്ന കാർത്തിക കുറച്ചു മാറി ഒരു ഭാഗത്തായി നിൽക്കുന്ന ആരുവിനെ നോക്കി ചോദിച്ചതും ആരും ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ചു. മഹി വരുന്നതും മൈക്ക് ഓണാക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അറിഞ്ഞുവെങ്കിലും ആരും അതൊന്നും ശ്രദ്ധിക്കാതെ പലതും മനസ്സിൽ കണക്കുകൂട്ടി വിരലിലെ ഭംഗിയും നോക്കിയിരുന്നു. നിങ്ങളധികം മുഷിപ്പിക്കാതെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ആതിരയും മറ്റു ചിലരും ആരുഷിക്കെതിരെ എൻ്റെ പക്കൽ ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻറ്റിൽ പറഞ്ഞത് ആരുഷി ഒരു മോശമായ സ്ത്രീയാണെന്നാണ്. അതുകൊണ്ട് അവളെ പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. മഹി പറയുന്നത് കേട്ട് കാർത്തു വാ തുറന്ന് ഞാൻ ഈ നാട്ടുകാരിൽ എന്ന രീതിയിൽ നിൽക്കുന്ന ആരുവിനെ നോക്കി. പിന്നെ എന്ത് നടക്കുന്ന വ്യഗ്രതയിൽ മഹിയെ നോക്കി. എൻ്റെ ഭാര്യയെ കൂടെ കൊണ്ട് നടക്കുന്നതിനും അടുത്തിടപെടുന്നതിനും ഇനി വേറെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. പിന്നെ അവൾ എൻ്റെ കൂടെ കണ്ടിട്ട് അവളൊരു മോശ സ്ത്രീയാണെന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഒരിക്കലും മഹി താനവൻ്റെ ഭാര്യയാണെന്ന് പറയുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഞെട്ടി മഹിയെ നോക്കി വാ പൊളിച്ചു നിന്നു. മറ്റുള്ളവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. വിളറി വെളുത്ത് കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ട പോലെ കണ്ണുമിഴിച്ച് നിൽക്കുന്ന ആതിരയെ കണ്ട് കാർത്തികക്ക് കൈകൊട്ടി ചിരിക്കാൻ തോന്നിയെങ്കിലും തൻ്റെ ഉള്ളിലെ സന്തോഷം അടക്കുന്നിരുന്ന് നേരെയിരുന്നു. സാറാണോ ആരുഷിയുടെ ഭർത്താവ്? പക്ഷേ ആരുഷി പറഞ്ഞത് അവളുടെ ഭർത്താവ് അബ്രോഡിലാണെന്നാണല്ലോ. ഒരു സ്റ്റാഫിന്റെ ചോദ്യം കേട്ട് മഹി ആരുവിനെ നോക്കിയതും അവൻ നോക്കുന്നത് അറിഞ്ഞ് വേഗം അവനിൽ നിന്ന് നോട്ടം മാറ്റി റൂമിന്റെ ഭാഗത്തേക്ക് നോക്കി നിന്നു. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലായിരുന്നു. അതാ അവളങ്ങനെ പറഞ്ഞത്. മഹി ആരുവിനെ ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ടും പലരിലും സംശയം നിറഞ്ഞു നിന്നതും പ്രൊജക്ട് ഓണാക്കി സ്ക്രീനിൽ അവരുടെ വിവാഹ ഫോട്ടോ കൂടി കാണിച്ചു കൊടുത്തതും എല്ലാവരുടെയും സംശയം മാറിയിരുന്നു. അതും കൂടെ ആയതും ആതിര നിന്ന് വിയർക്കാൻ തുടങ്ങിയിരുന്നു. ആതിര, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മഹി ആതിരയെ നോക്കി ചോദിച്ചതും ആതിര ഇല്ലെന്ന് തലയാട്ടി. ആതിരക്ക് ഏതായാലും എൻ്റെ വക ഒരു സമ്മാനമുണ്ടേ. അത് പറഞ്ഞ് മാഹി ഒരു എൻവലപ്പ് എടുത്ത് ആതിരയുടെ കയ്യിൽ കൊടുത്തു.
ഒരു ടീച്ചറുടെ വായിൽ നിന്നും വരേണ്ട വാക്കുകളല്ല ആതിരയിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഡിസ്മിസ് ചെയ്യേണ്ടതാണ്. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. പകരം താനൊരു മാസം വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുക. ഇനിയും ആതിരയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ താനിവിടെ ഉണ്ടാകില്ല. സോറി സർ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ നല്ലത്. ഇത് ആതിരക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധക. ആതിരയുടെ കൂടെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നവരെയും ബാക്കിയുള്ളവരെയും നോക്കിക്കൊണ്ട് മാഹി പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് പോയി തുടങ്ങിയതും ആര് പതിയെ മാഹിക്കടുത്തേക്ക് നടന്നു. താങ്ക്സ്. അപ്പം എന്നോട് സ്നേഹമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരുടെ മുന്നിൽ ഞാനാണ് ഭാര്യ എന്ന് പറഞ്ഞത്? ആരും മാഹിയെ നോക്കി ഉള്ളിലെ സന്തോഷം അടക്കി നിർത്തി കള്ളഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യടി, നീ അങ്ങനെ ഇല്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഞാൻ കാരണം നീ നാണം കേടേണ്ടെന്ന് കരുതി പറഞ്ഞതാ. മാഹി ആരുവരെ നോക്കാതെ പറഞ്ഞു. കള്ള ചെകുത്താൻ. മാഹി പറഞ്ഞത് കേട്ട് മനസ്സിൽ അവൾ പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണോ? എന്നാ ശരി. അത് പറഞ്ഞ് ആരും അവിടുന്ന് പുറത്തേക്ക് പോയതും കാണുന്നത് വെളിയിലെ ഡോറിൻ്റെ അടുത്തായി നിൽക്കുന്ന കാർത്തികയാണ്. നീ എന്താ കാർത്തു, പോയില്ലേ? ആരവളെ കണ്ട് സംശയത്തിൽ ചോദിച്ചു. ഇല്ല, നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതിലേക്ക് സസ്പെൻഷൻ അല്ലായിരുന്നു, ഡിസ്മിഷൽ അടിച്ച് കൊടുക്കണമായിരുന്നു. ആരുവിൻ്റെ കൂടെ നടക്കുന്നതിനിടയിൽ കാർത്തു പറഞ്ഞു. എന്നിട്ട് നിനക്കെന്താ പ്രയോജനം? ഇനി അവൾ വാ തുറക്കില്ല. അതുപോലെ നമുക്ക്. ആര് പറഞ്ഞത് ശരിയാണെന്ന് കാർത്തുവിനും തോന്നി. അല്ല, നീയല്ലേ പറഞ്ഞത് കല്യാണ ഫോട്ടോ ഒന്നും ഇല്ലെന്ന്? പിന്നെ എങ്ങനെയാ ഇന്ന് സാറിന് ആ ഫോട്ടോ കിട്ടിയത്? കാർത്തു നടക്കുന്നതിനിടയിൽ ആരുവിനെ നോക്കി പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ എൻ്റെ ഫോണിലില്ലെന്നാ പറഞ്ഞത്. ആര് കാർത്തുവിനെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. നല്ലൊരു ഫോട്ടോ ആയിരുന്നു. നീ മുഖം കറുപ്പിച്ച് നിന്ന് കൊളാക്കി. അത് കണ്ടാ തോന്നും നിന്നെ കൊല്ലാൻ കൊണ്ടുപോയാണെന്ന്. കാർത്തു ആരുവിനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് പറഞ്ഞാൽ മതി, അന്നത്തെ എൻ്റെ അവസ്ഥ അതായിരുന്നു. തന്നെ കളിയാക്കി ചിരിച്ച കാർത്തുവിൻ്റെ കയ്യിൽ പിച്ചി അതും പറഞ്ഞ് ആരും മുന്നോട്ട് നടന്നു. ഉച്ചയാകുന്നതിന് മുമ്പേ മാഹി സ്കൂളിൽ നിന്നും ഇജുവിൻ്റെയും ആദിയുടെയും അടുത്തേക്ക് പോയിരുന്നു. കാർത്തു ഉച്ചക്ക് ആരുവിനെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുവെങ്കിലും ആര് കഴിക്കാൻ പോകാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. സ്കൂൾ എം ഡിയുടെ ഭാര്യയാണ് ആരും അറിഞ്ഞത് മുതൽ തന്നെ പരിഹാസത്തോടെയും മറ്റും നോക്കിയവരുടെ കണ്ണിലെ പെട്ടെന്നുള്ള ഭാവം മാറി ബഹുമാനം നിറഞ്ഞത് കണ്ട് ആരുവിൽ പുച്ഛമായിരുന്നു തോന്നിയത്. വൈകിട്ട് കാർത്തികയോടൊപ്പം സർജറി കഴിഞ്ഞ് കിടക്കുന്ന നന്ദൂട്ടിയെ കാണാൻ പോവുകയായിരുന്നു ആരു. ഹായ് ആരുഷി. റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഷോപ്പിലേക്ക് കാർത്തികനൊപ്പം പോകാൻ നിന്നപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കി ആരു കാണുന്നത് ചിരിയോടെ തന്നെ നേരെ വരുന്ന ആയുഷിനെയാണ്. പോലീസ് യൂണിഫോം ഇട്ട് മീശയും പിരിച്ചു വെച്ച് വരുന്ന ആയുഷിനെ ആര് കണ്ണെടുക്കാതെ നോക്കി നിന്നു. എടി ആരു, ഈ പോലീസിനെ ഇങ്ങോട്ട് വരുന്നത്? പണ്ടേ പോലീസിനെ പേടിയുള്ള കാർത്തു തങ്ങളുടെ അടുത്തേക്ക് പോലീസ് യൂണിഫോമിൽ വരുന്ന ആയുഷിനെ കണ്ട് ആരുവിൻ്റെ കയ്യിൽ പിടിച്ച് ആരുവിൻ്റെ പിറകിലേക്ക് പതുങ്ങിക്കൊണ്ട് കാർത്തു ആരുവിന് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ചോദിച്ചു. നീ പേടിക്കണ്ട, നിന്നെ കൊണ്ടുപോകാൻ വരുന്നതൊന്നും അല്ല. ആര് കാർത്തികയുടെ കൈ പൊതിഞ്ഞു പിടിച്ച് ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും ആയിഷ അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. എവിടേക്കാ രണ്ടാളും കൂടി? ആയിഷ ആരുവിനെ നോക്കി ചിരിയോടെ ചോദിച്ചു. ഇവിടെ അടുത്തൊരാളെ കാണാൻ പോകാം. അല്ല, സാറെന്താ ഇവിടെ? എന്തെങ്കിലും ചോദിക്കണമെന്ന് കരുതി ആരും ആയുഷിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിയാ, അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. അല്ല, ഇയാളെന്താ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ആയുഷ് സംശയദൃഷ്ടിയോടെ ആരുവിൻ്റെ പിറകിൽ പേടിയോടെ നിൽക്കുന്ന കാത്തുവിനെ അടിപിടി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾക്ക് പണ്ടേ പോലീസുകാരെ പേടിയാ. കാത്തുവിന് വേണ്ടി ആരു പറഞ്ഞു. പൊതുവെ തെറ്റ് ചെയ്യുന്നവർക്കും കള്ളന്മാർക്കോ പോലീസിനെ കണ്ട പേടി തോന്നാറ്. ആര് പറഞ്ഞത് കേട്ട് തൻ്റെ മീശയൊന്ന് മുറുകി ഗൗരവത്തോടെ ആയുഷ് പറഞ്ഞതും കാർത്തിപ്പ കരയുന്ന ഭാവത്തിൽ ആരുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇവളെ വിട്ടേക്ക് സാറേ, ഇനി ഒന്ന് വരട്ടിയ ഇവളോട് കിടന്ന് കരയും. ആര് ചിരിയോടെ കാർത്തവനെ പിടിച്ച് പറഞ്ഞതും കാർത്തവളുടെ കൈ മുറുകെ പിടിച്ചമർത്തി. അല്ല, തൻ്റെ ഭർത്താവിനിപ്പോൾ എങ്ങനെയുണ്ട്? ആയുഷ് വലിയ താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഒക്കെ മാറി. ആരും ആയുഷിനെ നോക്കി ചിരിയോടെ പറഞ്ഞു. മഹിയെക്കുറിച്ച് ആര് തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞത് കേട്ട് ആയുഷിന്റെ മുഖം വിരണ്ടു. താൻ എങ്ങനെയാ ആരുഷി ഇതുപോലൊരു തെമ്മാടിയുടെ കൂടെ ജീവിക്കുന്നത്? തനിക്കിതിലും ബെറ്റർ ലൈഫ് കിട്ടില്ലേ? ഇനിയും ടൈമുണ്ടല്ലോ, തനിക്കൊന്ന് മാറി ചിന്തിച്ചൂടെ? വെറുതെ തൻ്റെ ലൈഫ് കളയണോ? ആയുഷ് ചോദിച്ചത് കേട്ടതും അതുവരെ ചിരിയോടെ നിന്ന് ആരുവിൻ്റെ മുഖത്തെ ചിരി വാങ്ങി പകരം ഞൊടിയുടെ നേരം കൊണ്ട് അവളിൽ ദേഷ്യം നിറഞ്ഞു. എനിക്ക് കിട്ടിയ ലൈഫിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു തെമ്മാടിയായിരിക്കാം. പക്ഷേ ആ തെമ്മാടിയുടെ കൂടെ ഞാൻ എന്തുകൊണ്ടും സുരക്ഷിതയും ഞാൻ സന്തോഷവതിയുമാണ്. അതുകൊണ്ട് സാറിൻ്റെ ആരും അല്ലാതെ എൻ്റെ ജീവിതം ഓർത്ത് സാറ് ടെൻഷൻ അടിക്കണ്ട.
ആര് പൊട്ടി വന്ന ദേഷ്യം മടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞതും ആയുഷിന്റെ മുഖം വിളറി. ആര് പറഞ്ഞതും ആയുഷിന്റെ മുഖഭാവമൊക്കെ കണ്ടതും അതുവരെ പതുങ്ങിക്കൊണ്ട് നിന്നിരുന്ന കാർത്തൊന്ന് അമർത്തി ചിരിച്ചു. സോറി ആരുഷി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞത്. ഇപ്പൊ തന്നെ ഭർത്താവിന്റെ പേരിൽ കുറേയധികം കേസുകളുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്തൊക്കെയായാലും ഇനി എന്നോട് ഇങ്ങനെ പറയരുത്, എനിക്കത് ഇഷ്ടപ്പെടില്ല. ആരും ആയുഷിനെ നോക്കി തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് കാർത്തവനെയും കൊണ്ട് അവിടുന്ന് നടന്നു. വേണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അവൾ അവനിൽ നിന്നും അധികം വൈകാതെ അകറ്റിയേ പറ്റൂ. ആയിഷ ആര് പോകുന്നു നോക്കി അമർഷത്തോടെ മനസ്സിൽ പറഞ്ഞ് ജീപ്പിലേക്ക് കയറി.